ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 35. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മാളു രാവിലെ തന്നെ അടുക്കളയിൽ സുമതിയോടൊപ്പം കൂടിയിട്ടുണ്ട്. അവൾ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ അടുത്ത് തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് ദേവികയും ഓരോ ജോലികൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ മുഖം വീർപ്പിക്കൽ പിന്നെ സ്ഥിരമായതുകൊണ്ട് മാളു ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കും. അമ്മേ, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയുന്നതിനോടൊപ്പം അവൾ ദേവികയെ വിളിച്ചു. അവരെന്താ എന്ന പോലെ അവളെ നോക്കി. ഉണ്ണിയേട്ടൻ ഉണർന്നില്ലേ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. അവർ സ്നേഹത്തോടെ അവളെ നോക്കി. എഴുന്നേറ്റില്ലെന്ന് തോന്നണു മോളെ, അല്ലെങ്കിൽ ഇപ്പൊ ചായക്കുള്ളൊരു വിളി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സമയം 9 മണി കഴിഞ്ഞു. ഈ ചെറുക്കനെന്താണാവോ ഇതുവരെ എഴുന്നേൽക്കാത്തെ? ദേവിക സംശയത്തോടെ പറഞ്ഞു. അമ്മേ, ചായ. അപ്പോഴേക്കും ഹാളിൽ നിന്നും വിനോദിന്റെ ശബ്ദം കേട്ടു. മാളുവിന്റെ നെഞ്ചിടിപ്പ് ഒന്നുയർന്നു. ആ വന്നല്ലോ, ഞാൻ അവന് ചായ കൊടുത്തിട്ട് വരാം മോളെ. പറയുന്നതിനോടൊപ്പം ദേവിക ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ടിരുന്നു. അവർ പറഞ്ഞപ്പോൾ മാളു ഒന്ന് പുഞ്ചിരിച്ചു. എന്താവോ ഇന്നിത്ര വൈകി എഴുന്നേൽക്കാൻ? വയ്യായ്ക എന്തെങ്കിലും ഉണ്ടോ എന്തോ? അവൾ ആകുലതയോടെ ചിന്തിച്ചു. അമ്മേ, ദേവിക അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് മാളു അവരെ പുറകിൽ നിന്ന് വിളിച്ചു. അവർ സംശയത്തോടെ അവളെ നോക്കി. അതമ്മേ, ഒന്ന് ചോദിക്കും ഉണ്ണിയേട്ടനോട് എന്തത്ര വൈകി എണീക്കാന്ന്. ഓഫീസിൽ പോവാത്ത ദിവസമാണെങ്കിലും ഉണ്ണിയേട്ടൻ ഇത്ര സമയമൊന്നും ഉറങ്ങാറില്ലല്ലോ. എന്തേലും വയ്യായിക? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അമ്മ ചോദിച്ചു നോക്കാട്ടോ, മോള് വിഷമിക്കണ്ട, അവർ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. അവൾ ഒന്ന് മൂളി. ദേവിക ഹാളിലേക്ക് നടന്നു. സുമതിയേച്ചി, ഇതൊന്ന് അരിയൂട്ടോ, ഞാൻ ഇപ്പൊ വരാം. അവൾ പച്ചക്കറിയിലേക്ക് ചൂണ്ടി പറയുന്നതിനോടൊപ്പം വേഗം അടുക്കളവാതിൽക്കലേക്ക് നടന്നു. സുമതി സങ്കടത്തോടെ അവളെ ഒന്ന് നോക്കി. പാവം കുട്ടി, വിനുക്കുഞ്ഞിനൊന്ന് കാണാൻ അതെന്തൊക്കെയാ ചെയ്യുന്നേ? മോൻ എന്തെങ്കിലും ഇവളെ മനസ്സിലാക്കോ? അവർ വേദനയോടെ ചിന്തിച്ചു. മാളു വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹാളിലേക്ക് നോക്കി. ദേവിക പുഞ്ചിരിയോടെ വിനോദിന്റെ നേർക്ക് ചായ നീട്ടി. അവനും അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചായക്കപ്പ് വാങ്ങി ചുണ്ടോട് മുട്ടിച്ചു. അടുക്കള വാതിൽക്കൽ മറഞ്ഞു നിൽക്കുന്ന മാളുവിന്റെ കുപ്പിവളയുടെ കിലുക്കം കേട്ടുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ വിനോദ് ചായ ചുണ്ടോട് മുട്ടിച്ചു. ഉണ്ണി, എന്തെന്ന് ഇത്രയും വൈകി എഴുന്നേൽക്കാൻ? എന്തെങ്കിലും ക്ഷീണുണ്ടോ മോനെ? ദേവിക അവനടുത്തേക്ക് ഇരുന്ന് ആകുലതയോടെ ചോദിച്ചു. ഓ, അപ്പോ അമ്മ ഇങ്ങനെ അടുത്തന്നെ നിൽക്കണേന്ന് ഉദ്ദേശം അതാണല്ലേ? അവളാവും അമ്മയോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അതാണല്ലോ വാതിലിന്റെ മറവില് പെണ്ണിങ്ങനെ പതുങ്ങി നിൽക്കുന്നേ. അവനൊരു പുഞ്ചിരിയോടെ ആലോചിച്ചുകൊണ്ട് ദേവികയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല എൻ്റെ അമ്മേ, ഇന്നലെ ഉറങ്ങാൻ കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാ. എനിക്കല്ലാതെ ഒരു കുഴപ്പമില്ല. ആരും ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അവൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു. വിനോദിന്റെ മുഖം കനത്തു. ഇന്നത്തോടുകൂടി തീർത്ത് തരാടി നിന്റെ ഒളിച്ചുകളി ഞാൻ, അവൻ വീർത്ത മുഖത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവികയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ദേവിക അവന്റെ തലയിൽ തഴുകി അടുക്കളയിലേക്ക് തന്നെ നടന്നു. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുമുള്ള ഫുഡ് റെഡിയാക്കി സുമതി പോവാൻ പുറപ്പെട്ടു. അവരുടെ മൂത്ത മകളെയും പേരക്കുട്ടിയെയും കാണാൻ അങ്ങോട്ടൊന്ന് പോകുമെന്ന് തലേന്ന് തന്നെ ദേവികയോട് അവര് പറഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിവ് പോലെ അവന്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് പായുന്നത് ദേവിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളായി ഉണ്ണിയിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ തുടങ്ങിയിട്ട്. അവൻ മാളുവിനെ കണ്ണുകളോണ്ട് തിരയുന്നേ. പക്ഷേ അതെന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് അവൻ്റെ മാളുവിന് ഓർമ്മ വന്നു എന്ന് ഇടയ്ക്ക് അവൻ്റെ ഈ കണ്ണുകളോണ്ടുള്ള കഥകളി കാണുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ എങ്ങനെ? എൻ്റെ തോന്നൽ മാത്രമാവും. ദേവിക ചിന്തിച്ചു പോയി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുമ്പോഴാണ് പുറത്തുനിന്നും ചിന്നുവിൻ്റെ ശബ്ദം മാളു കേട്ടത്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വിനോദിനോടെന്തോ കുറുമ്പോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിന്നു. അവൻ അതിനവളെ കളിയാക്കുന്നത് പോലെ എന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ട്. മാളു ഒന്ന് നിശ്വസിച്ചു. ഞാൻ വന്നതിന് ശേഷം ആ കുറുമ്പെല്ലാം എന്നോട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ ഭംഗിയുള്ള പുഞ്ചിരി പോലും എനിക്ക് നേരെ വന്നിട്ട് എത്ര കാലായി. കൊതിയാവണു ആ ചിരിയൊന്ന് കാണാൻ. മാളു സങ്കടത്തോടെ ചിന്തിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ ഈ പുഞ്ചിരി അഭിനയിക്കാൻ അത്രത്തോളം പ്രയാസം തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ കാരണം ബാക്കിയുള്ളവർ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ സങ്കടം മനസ്സിലാക്കിയിട്ടും അപ്പച്ചിക്ക് നിസ്സഹായായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിലും എന്നെ അങ്ങോട്ട് എന്ത് വിശ്വസിച്ചാ കൊണ്ടുപോവുക? ഞാൻ പോവില്ല എൻ്റെ ഉണ്ണിയേട്ടനെ വിട്ടിട്ട്. എന്നെ അറിയണ്ട, ഓർക്കണ്ട, പക്ഷേ എൻ്റെ അടുത്തന്നെ ഉണ്ടല്ലോ, അത് മതി. മാളു മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നെങ്കിലും ഓർക്കുമായിരിക്കും എന്നെ. ആ ഒരു പ്രതീക്ഷയില്ല ഇപ്പോഴുള്ള എൻ്റെ ജീവിതം പോലും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഒന്ന് നിശ്വസിച്ചു. മാളു,
അവളെ ഉറക്കെ വിളിച്ചുകൊണ്ട് ചിന്നു അപ്പോഴേക്കും അടുക്കളയിലെത്തിയിരുന്നു. ചിന്നുവിനെ കണ്ടതും മാളു ഒന്ന് ചിരിച്ചു. എന്താ ഏട്ടത്തി പണി കഴിഞ്ഞില്ലേ? ഞാൻ സഹായിക്കണോ? അവൾ കുറുമ്പോടെ ചോദിച്ചു. വേണ്ടല്ലോ, എൻ്റെ ചിന്നൂട്ടി അവിടെ ഇരുന്നോ, ഇത് കഴിഞ്ഞു, മാളു ചിരിയോടെ പറഞ്ഞു. ചിന്നു ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കള സ്ലാബിൽ കയറിയിരുന്നു. വല്യമ്മ പാടത്തേക്ക് പോയോ ഏട്ടത്തി? അവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മ. ചിന്നു ചോദിച്ചു. പോയി. അമ്മയോട് പറഞ്ഞതാ പോവണ്ട, ഞാൻ പൊക്കോളാന്ന്. കേട്ടില്ല. അവിടെ ചെന്നാ അവരുടെ കൂടെ അമ്മയും കൂടും ഓരോന്ന് പറിക്കാനും നടാനും. അല്ലെങ്കിലേ കാലുവേദനയാ. പറഞ്ഞിട്ട് കേട്ടില്ല, മാളു സങ്കടത്തോടെ പറഞ്ഞു. ചിന്നു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പാടത്ത് അത്യാവശ്യം പച്ചക്കറി കൃഷിയും അടക്കയും തെങ്ങും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പണിക്കാരുണ്ട്. ദേവിക പോയാ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല എന്ന് അവൾക്കും അറിയായിരുന്നു. ഏട്ടത്തി, ഒരബദ്ധം പറ്റിയിട്ടോ എനിക്ക്? ചിന്നു നഖം കടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മാളു സംശയത്തോടെ അവളെ നോക്കി. അവള് മാളുവിനെ നോക്കി ഭംഗിയായി ഒന്ന് ഇളിച്ചു കൊടുത്തു. എന്താ ചിന്നു, എന്താ കാര്യം പറ. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ, മാളു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതുണ്ടല്ലോ ഏട്ടത്തി, വിനോട്ടൻ എന്നെ കെട്ടിച്ചുവിടാനായിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിനോട്ടനെ കാണാൻ ഇങ്ങോട്ട് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചു. എന്നിട്ട്? മാളു ആകാംക്ഷയോടെ പെട്ടെന്ന് ചോദിച്ചു. എന്നിട്ടെന്താ, എനിക്ക് ദേഷ്യം വന്നപ്പോൾ തന്നെ കാണാനല്ല എൻ്റെ ഏട്ടത്തിയെ കാണാനാ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. ചിന്നു മാളുവിനെ നോക്കി ഇളിച്ചു. മാളു ഞെട്ടലോടെ അവളെ നോക്കി. അയ്യോ, എന്നിട്ട് ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞേ? മാളു ആകുലതയോടെ ചോദിച്ചു. എന്നിട്ടെന്താ, എനിക്ക് പിന്നെ അപ്പപ്പോൾ നുണ പറയാനുള്ള കഴിവ് ദൈവം തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ചിന്നു കള്ളച്ചിരിയോടെ പറഞ്ഞു. മാളു കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. ഏട്ടത്തി ഇങ്ങനെ പേടിക്കാതെ. ഞാൻ ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ നിന്ന് ഏട്ടത്തി മാളു എന്നല്ലേ വിളിക്കാറ്. ഇന്ന് വിനോട്ടൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അറിയാതെ വന്നു പോയതല്ലേ. അപ്പോൾ വിനോട്ടൻ എന്നെ ഒരു കള്ളച്ചിരിയോടെ നോക്കുന്നത് പോലെ തോന്നി. അതോ എനിക്ക് കള്ളത്തരമുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്തോ? അവളൊന്ന് നിശ്വസിച്ചു. ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞേ ചിന്നു, അത് പറയുന്നീ? മാളുവിന് അതോർത്തായിരുന്നു ടെൻഷൻ. എങ്ങാനും ആരുടെയെങ്കിലും വായിൽ നിന്നും സത്യങ്ങൾ വന്നുപോയാൽ പിന്നീടുള്ള അവൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഡോക്ടർ ഒരു ഏകദേശ ധാരണ കൊടുത്തിരുന്നല്ലോ. ടെൻഷനാകാൻ ഒന്നുമില്ല എൻ്റെ ഏട്ടത്തിപ്പെണ്ണെ. വിനോട്ടൻ ചിരിച്ചുകൊണ്ട് ആരാ നിന്റെ ഏട്ടത്തിന്ന് ചോദിച്ചപ്പോഴാ സത്യത്തിൽ എൻ്റെ വായിൽ നിന്ന് എന്താ വന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായേ. പിന്നെ വിനോട്ടൻ്റെ ചെവി പൊട്ടിയോ, ഞാൻ ഏട്ടത്തിന്നൊന്നല്ല പറഞ്ഞേ, മാളുവിനെ കാണാനാ വരുന്നതെന്നാ പറഞ്ഞെന്നും പറഞ്ഞ് നിന്നെ വിളിച്ചിങ്ങോട്ട് ഓടിയത് എൻ്റെ ഏട്ടത്തിയേ, ചിന്നു നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. മാളു ആശ്വാസത്തോടെ ചിന്നുവിൻ്റെ തലയിലൊന്ന് കൊട്ടി. ചിന്നു ചിരിച്ചു കൊടുത്തു. ഉച്ചയാവാറായപ്പോഴേക്കും ദേവിക പാടത്തു നിന്നും കയറി വന്നിരുന്നു. വിനോദ് രാവിലെ മുതലേ മാളുവിനെ ഒന്ന് തനിച്ച് കാണാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. ദേവിക പോയ സമയത്ത് അവളോട് സംസാരിക്കാമെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ അപ്പോഴേക്കുമാണ് ചിന്നു വന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്നുവിൻ്റെ ശബ്ദം അവൻ അടുക്കളയിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അവളും മാളുവും അടുക്കളയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴും അവളുടെ ശബ്ദം ഇടയ്ക്കെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചെവി വട്ടം പിടിച്ചുകൊണ്ടിരുന്നു. കഴിച്ചു കഴിഞ്ഞതും ദേവിക ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. വിനോദ് അപ്പോഴേക്കും ഓഫീസിലെ ഒരു വർക്ക് സംബന്ധിച്ച് ഒരു അർജന്റ് കോൾ ചെയ്യാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന മാളു അവൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും പെട്ടെന്ന് ചിന്നുവിനെയും വിളിച്ച് അവളുടെ റൂമിലേക്ക് പോയി വാതിൽ ചാരി. അല്പനേരം കഴിഞ്ഞതും വിനോദ് ഹാളിലേക്ക് കയറി വന്നു. അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് അടുക്കള ഭാഗത്തേക്കാണ്. പക്ഷെ റൂമിൽ നിന്നും ചിന്നുവിൻ്റെ കുറുമ്പോടെയുള്ള ശബ്ദം കേട്ടതും അവൻ്റെ നോട്ടം ചാരി വെച്ചിരിക്കുന്ന ഡോറിലേക്ക് പോയി. ഈ കുരിപ്പൊന്ന് പോകുന്നില്ലാവോ? അമ്മ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നെങ്കിലും എനിക്ക് എൻ്റെ മാളുവിനൊന്ന് കാണാൻ പറ്റുമോ ഈ പെണ്ണിനെ കൊണ്ട്? അവൻ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് ചിന്തിച്ചു. കുറച്ചു നേരം കാത്തു നിന്നെങ്കിലും അവൾക്ക് പോവാൻ ഭാവമൊന്നുമില്ലാന്ന് അവന് മനസ്സിലായി. ഇവളെ ഞാനിന്ന്. വിനോദ് പല്ല് കടിച്ചുകൊണ്ട് മാളുവിൻ്റെ റൂമിൻ്റെ മുന്നിൽ വന്ന് നിന്നു. അന്ന് ആദ്യമായി ഈ റൂമിലേക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്നതുപോലെ ഹൃദയം അനിയന്ത്രിതമായി മിടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ നെഞ്ചിൽ കൈയമർത്തിക്കൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ ചുണ്ടിലിപ്പോൾ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം തൻ്റെ പെണ്ണിനെ കാണാൻ അവൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരുന്നു. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ വിനോദ് ഡോറ് തള്ളി തുറന്നു. വാതിലാരോ തുറക്കുന്നതറിഞ്ഞ് ബെഡിലിരുന്ന് ചിന്നുവിൻ്റെ കുസൃതിയോടുള്ള സംസാരം കേട്ടുകൊണ്ടിരുന്ന മാളു വാതിൽക്കലേക്ക് നോക്കി. മുന്നിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന വിനോദിനെ കാണെ മാളു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉണ്ണിയേട്ടൻ! അവളുടെ ചുണ്ടുകൾ അറിയാതെ മൊഴിഞ്ഞു. വിനോദ് അവളെ മാത്രം നോക്കിക്കൊണ്ട് റൂമിനകത്തേക്ക് കയറി. അവൻ്റെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. ബോധം വന്നതുപോലെ മാളു പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടിയിറങ്ങി ചുമരിൽ ചാരി നിന്ന് തല താഴ്ത്തി പിടിച്ചു. അവളുടെ മുഖം മറയ്ക്കാൻ എന്നതുപോലെ.
അവളുടെ കണ്ണുകൾ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ റൂമിൽ. അവളുടെ ശരീരം ഒന്ന് വിറച്ചുപോയി. കൈകൊണ്ട് വാ പൊത്തിപ്പിടിച്ചവൾ അവളുടെ കരച്ചിലിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവളെ തോൽപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ ഒഴുകുന്നതിനൊപ്പം തേങ്ങലുകളും പുറത്തേക്ക് വന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന വിനോദിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മാസങ്ങൾക്ക് ശേഷം തൻ്റെ പെണ്ണിന്റെ മുഖമൊന്ന് കണ്ടതിലുള്ള എല്ലാ സന്തോഷവും അവനിലുണ്ടായിരുന്നു. അവളെ തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കെ അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി അടർന്നു വീണു. ചിന്നു അത്ഭുതത്തോടെ വിനോദിനെ തന്നെ നോക്കി നിന്നു. വിനോദ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ മാളുവിനടുത്തേക്ക് നടന്നെടുത്തു. ഇരു ഹൃദയങ്ങളും ഒരുപോലെ മിടിച്ച നിമിഷം. രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ അവരുടെ പ്രണയത്തിനായി മുറവിളി കൂട്ടി. വിനോദ് അവളുടെ മുന്നിൽ വന്നു നിന്ന് പതിയെ അവളുടെ താഴ്ന്നിരിക്കുന്ന മുഖം പിടിച്ചുയർത്തി ആ കവിളിൽ കൈ ചേർത്ത് വെച്ച് അവളുടെ കുഞ്ഞുമുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അത്രമേൽ പ്രണയത്തോടെ. മാളു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കണ്ണുകൾ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ മുഖം വ്യക്തമാകുന്നില്ലായിരുന്നു. അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. തുടരും.